അങ്ങനെ കാത്തിരുന്ന എൻ്റെ പൊങ്കാല ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് പഴയ പാത്രമാണ്. ഇതിന് മുമ്പ് ഒരിക്കൽ ആറ്റുകാലിൽ പൊങ്കാല ഇട്ട പാത്രം തന്നെ. പക്ഷെ അത് ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒന്നുകൂടെ കഴുകി അതിനകത്ത് ചന്ദനമൊക്കെ ഇട്ട് അടുപ്പിൽ കൊണ്ടുവന്ന് വെച്ചായിരുന്നു രാവിലെ തന്നെ. എന്നിട്ട് കുറച്ച് പണികളുണ്ടായിരുന്നു. തേങ്ങ തിരുകുന്നതും പിന്നെ മണ്ടപ്പൂറ്റിൻ്റെ ശരിയാക്കുന്നത്. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ എന്തു പറഞ്ഞാലും ആ ഒരു സന്തോഷം പറയാൻ വയ്യ. കറക്റ്റ് ടി വിയിൽ നോക്കിയാണ് എല്ലാ ടൈമിങ്ങും നോക്കിയാണ് ചെയ്തത്. ആറ്റുകാലിൽ അവിടെ പണ്ടാരം അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷമാണ് ഞാനും തീ കൊളുത്തിയത്. ചിരട്ടയിലാണ് ആദ്യം ചെയ്തത്. ചിരട്ടയായപ്പോൾ ഒരു പ്രാവശ്യം കത്തിക്കഴിഞ്ഞതും ചിരട്ട അങ്ങ് അണഞ്ഞു പോയി. പിന്നെ 1-2 ചെറിയ കമ്പുണ്ടായിരുന്നു, അതൊക്കെ വെച്ച് കത്തിച്ച് എൻ്റെ കൂടെ 2 ഫാമിലി കൂടെ ഉണ്ടായിരുന്നു ഈ പൊങ്കാലയിൽ ചേരാൻ. ഒത്തിരി സന്തോഷം തോന്നി. കാര്യം എനിക്ക് തോന്നുന്നു നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിലിടുന്ന അതേ ഒരു ഫീൽ പോലെ തോന്നി. ഒറ്റയ്ക്കല്ല, കൂട്ടിന് ആളുണ്ടായിരുന്നു. അവരൊക്കെ കൂടെ ചേർന്ന് നന്നായിട്ട് പൊങ്കാല ഇട്ടു. എല്ലാം നന്നായിട്ട് വന്നായിരുന്നു. ഞാൻ കട്ട ശർക്കര പായസമാണ് ഇട്ടത്. എല്ലാം നല്ല പറയാൻ പറ്റുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തടസ്സവും വരാതെ ഒരു കുഞ്ഞു മോളും ഉണ്ടായിരുന്നു കൂടെ. അവളെ കൊണ്ടും അവളുടെ കൈ കൊണ്ടും കുറച്ച് അരിയിട്ട് പിന്നെ ഒരു അകലത്തിൽ തന്നെ ഞങ്ങൾ 3 പേരും കൂടെ ചേർന്ന് കുറേശ്ശെ അരിയിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം അമ്മയോട് പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങളുടെ പൊങ്കാല നന്നായിട്ട് തിളച്ചു. പിന്നെ എന്തോ പറയാൻ, എല്ലാം നല്ല ഇതായിരുന്നു. പറയാൻ പറ്റാത്തതിനും അപ്പുറം സന്തോഷമുള്ളൊരു ദിവസമായി തോന്നി. ഇനി അടുത്ത 1 വർഷം കാത്തിരിക്കണമല്ലോ അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടി. അതാലോചിക്കുമ്പോഴാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ തൊട്ടടുത്തൊരു ഹിന്ദിക്കാരും ഉണ്ടായിരുന്നു. അവരും വന്ന് കുറച്ച് നേരം ഞങ്ങളുടെ കൂടെയൊക്കെ ഇരുന്നായിരുന്നു. പൊങ്കാലയെല്ലാം ആയി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം പുറത്ത് അടുപ്പിൽ അടച്ചു വെച്ചു. പിന്നെ എന്തായാലും കരുതി ഇവിടെ വെയിലും വരുന്നുണ്ട്, പിന്നെ നിവേദിക്കേണ്ടത് ദൈവത്തിൻ്റെ മുമ്പ് അവിടെ വെച്ചിട്ടാണല്ലോ എന്ന് കരുതി മണ്ടപ്പൂറ്റും പൊങ്കാല പാത്രവും എടുത്തുകൊണ്ട് വന്ന് നമ്മൾ വിളക്ക് എത്തിച്ചതിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ച് നമ്മുടെ ആറ്റുകാൽ നിവേദ്യം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ്. അതും ഇങ്ങനെ നമ്മൾ മൊബൈലിൽ നോക്കിയിരുന്നു, ന്യൂസിൽ പറയുന്നതനുസരിച്ച് അവർ നിവേദ്യം കഴിഞ്ഞതിന് ശേഷം എനിക്കറിയാവുന്ന രീതിയിൽ അമ്മയോട് പ്രാർത്ഥിച്ച് നിവേദിച്ച് ഞാനും പൊങ്കാലയിട്ട് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്.